അങ്ങനെയാണെങ്കിൽ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കമ്പനിയുടെ നാഷണൽ കോർഡിനേറ്റേഴ്സ്. കോഴിക്കോടിന്റെ അഭിമാനമായ ഫസ്റ്റ് സീനിംഗ് അച്ചീവർ സത്യവർഷ് നമുക്ക് വയനാടിന്റെ ആദരം നമുക്ക് നേരിട്ട് അറിയാത്ത കുറെ ആളുകളുണ്ടാകാം. പോകെ പിന്നാലെ തന്നെ പരിചയപ്പെടുത്താം. കരുത്തും ആവേശവുമുള്ള ഈ ടീമിനോടൊപ്പം അതുപോലെ തന്നെ ഈ കമ്പനിയോടൊപ്പം ചേർന്നപ്പോൾ ഞാനും കരുത്തരായി മാറി. നമുക്ക് കരുത്തില്ലെങ്കിൽ കരുത്തുള്ള എന്തിനോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. ആദ്യം ഞാൻ പൾസർ ബൈക്ക് എടുത്തിട്ടാണ് തുടങ്ങിയത്. 50,000-60,000 കിലോമീറ്റർ ഓടി ഫോർ വീലർ എത്തി. ഇതോടിയത് പലപ്പോഴും സോപ്പും വേസ്റ്റിപ്പിക്കാറല്ല, ആളെ കാണാനും വരുന്നില്ല. ഒരു ചാർജിന് വേണ്ടി ഒരു ലോഡ് മെറ്റലിന് വേണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ 1.5 വർഷക്കാലം കൊണ്ട് തന്നെ ആദ്യത്തെ ഹൗസ് വാമിംഗ് നടത്താൻ കഴിയും. പിന്നീട് ഒരു കാർ വാങ്ങി. പിന്നീട് നോക്കൂ, 2014 ഓഗസ്റ്റ് 26 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോൾ ആ സീലിംഗ് എന്റെ കയ്യിൽ എത്തിച്ചത് എന്നെ കൊണ്ടുവന്ന പ്രസാദ് സാർ എനിക്ക് 2,10,000 വാങ്ങിച്ചു തന്നിട്ട് അതേ ആഴ്ച ആദ്യത്തെ സീലിംഗ് അച്ചീവ്മെന്റ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. നോക്കൂ, പലതവണ അത് വാങ്ങി. പിന്നീട് ഉക്കറ്റും തായ്ലൻഡും മലേഷ്യയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തോടൊപ്പം അല്ലാതെയും സഞ്ചരിക്കാൻ കഴിയും. പിന്നീട് ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ കമ്പനി വെച്ചപ്പോൾ മലേഷ്യയിലെ ഞങ്ങൾക്കറിയാം ട്വിൻ ടവറിനകത്ത് ഒറ്റ കമ്പനിയെ, ലോകത്തെ ഒറ്റ കമ്പനിയെ ഫുൾ ടൈം പ്രോഗ്രാം അവിടെ വെച്ചിട്ടുള്ളൂ, കയറി വെച്ചിട്ടുള്ളൂ. അത് മൈനടിച്ചതാണ്. ആ പ്രോഗ്രാം കയറാൻ കഴിയും. നമുക്ക് മൊബൈൽ സാറിനോടൊപ്പം ഒരുപാട് യാത്രകളിൽ പങ്കെടുക്കാൻ കഴിയും. പിന്നീട് ഞാനൊരു ഹോണ്ട സിറ്റി എടുത്തു. ആദ്യം അപ്പോഴും ഇത് എത്ര കാലം പറഞ്ഞു. പിന്നീട് ഞാൻ 75 ലക്ഷം രൂപയുടെ BMW GT ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു വീട് വെച്ചിട്ടുണ്ട്, 2-3 പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി വളരെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ഞാനും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് നോക്കുകയാണ്. ഞാൻ തന്നെ അല്ലേ ഇതെന്ന്. വളരെ പെട്ടെന്നാണ് നടികളിലുള്ള വളർച്ചയാണ്. സംശയം എല്ലാവർക്കും വരും. ദൂരീകരിക്കാൻ കഴിയണം. അടുത്ത ലക്ഷ്യമാണ് ഹൈവേ സർക്കാരിന് മനോഹരമായ ഭവനം ഉണ്ടാക്കാൻ കഴിയണം. മിക്കവാറും ഈ അതിന് പ്രചോദനമാകുന്നുണ്ട്. പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ്. അതിന് നിങ്ങൾ പ്രേരിപ്പിക്കുന്ന ഒരുപാട് അവസരങ്ങൾക്ക് വരും. എന്റെ ചുറ്റുപാടുകളെല്ലാം എന്നെ വളർത്തിയത് എന്റെ തീരുമാനം. നിങ്ങളൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനം നിങ്ങൾ ഓരോരുത്തരേക്ക് എത്തിക്കാൻ കഴിയും. സോ നിന്നാൽ അത് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാം എന്റെ സ്വദേശം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ്. ഈ 6 മാസം കൊണ്ട് 40 വർഷം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് പടുത്തുയർത്തിയ ബിസിനസ് നഷ്ടത്തിലേക്ക് പോയി. ആള്
യഥാർത്ഥ വിജയം ഈ ലോകത്തെ വിജയമല്ല എന്നും അത് പരലോകത്തെ വിജയമാണ് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, പലിശ ഹറാമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. എന്റെ അമ്മ ഒരു ആസ്മറ്റിക് പേഷ്യന്റ് ആണ്. ആളെ യഥാസമയം ചികിത്സിക്കാൻ കഴിയുന്നില്ല. ഞാൻ BEd പോകാൻ നിൽക്കുന്നു. ആ സമയത്ത് മിലിറ്ററിയിൽ ഓഫീസർ ആകണമെന്നായിരുന്നു സ്വപ്നം. പക്ഷേ അപകടം പറ്റി ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് മിലിറ്ററിക്കാരനെ എടുക്കില്ല. പിന്നെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ അല്ലേ? അറിവ് പകർന്നു കൊടുത്താൽ ഒരിക്കലും കുറയില്ല, കൂടുകയുള്ളൂ. ഒരാൾക്ക് മോഷ്ടിക്കാൻ പറ്റാത്തതാണ് എഡ്യൂക്കേഷൻ ആണ്, ലേണിംഗ് ആണ്. കറക്റ്റോ? യെസ്, അറിവാണ്. അതൊരിക്കലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല. അത് സ്വായത്തമാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയം പക്ഷേ BEd പോയാൽ ഇനി ജോലി BEd കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറണമെങ്കിൽ അന്നത്തെ കണക്കനുസരിച്ച് ഒരു 15 ലക്ഷം രൂപയിൽ ആദ്യം കൊടുക്കണം. ഗ്രാമത്തിലെ ഞങ്ങളുടെ ചെറിയ വീട് വെച്ചാൽ 5 ലക്ഷം രൂപ പോലും കിട്ടില്ല. എന്റെ ബ്രദർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. തുടർന്ന് പഠിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ആള് ഡിപ്ലോമ കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് തത്തുല്യമായ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചു. താൽക്കാലികമായ ഒരു ജോലിയിൽ കയറി 2500 രൂപ ഒരു ITC അധ്യാപകനാണ്. ഞാൻ പഠനത്തോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടി പല പല ചെറിയ പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് സർവശക്തനായ ദൈവം ഇതുപോലൊരു അവസരത്തിലേക്ക്, ഇതുപോലെ പറഞ്ഞ പെട്ടെന്ന് ചെറിയ ഒരു അവസരത്തിലൂടെ ഈ പാസീവ് ഇൻകം എന്ന ടേം ഞാൻ മനസ്സിലാക്കുന്നു. ഈ പാസീവ് ഇൻകം കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വളരെയധികം ആത്മാർത്ഥതയോടെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അത് എന്റെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് തുടക്കമാണ്. നിങ്ങളിപ്പോ നോക്കുന്നത് ആരാ നോക്കുന്നുണ്ടാവുന്നത്? ഇത് വേറെ ആരും ഞാനാണ്. വീട്ടിലെ ബാധ്യതകളൊക്കെ കൂടി വലിയ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ പോയെടുത്ത ഫോട്ടോയാണ്. അപ്പൊ ഫോട്ടോ എടുക്കുന്ന ആളെ ഒന്ന് ചിരിക്കും. ഞാൻ ഭയങ്കരമായി ചിരിച്ച ഫോട്ടോയാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒരുപാട് കൂടി ചിരിക്കാൻ മറന്നുപോയ ഒരു യൗവനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ബാധ്യതകൾ. അവിടെ തിരിഞ്ഞു നോക്കിയാൽ സഹോദര വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക, അത് ക്യാൻസൽ ആകുമോ എന്നുള്ള ആശങ്ക. എനിക്കാണെങ്കിൽ സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എങ്ങനെ ചിരിക്കണം? ഞാൻ NCCയിലെ C സർട്ടിഫിക്കറ്റ് ഹോൾഡർ. ഐ വാസ് ദ ബെസ്റ്റ് കേഡറ്റ്. ഞാൻ ഒരു ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു. പക്ഷെ ഒരു അപകടം, കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായ വിദ്യാർത്ഥിയാണ്. പക്ഷെ മുന്നോട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഇന്നെടുത്താലും നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് കുടുംബങ്ങളിൽ മികച്ച കഴിവുകളുള്ള ഏറ്റവും ഉയരത്തിലെത്താൻ കഴിയുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ അവരുടെ മാതാപിതാക്കൾക്ക് അവരെ യഥാസമയം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അടിച്ച് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ആത്മാർത്ഥമായി ഏറ്റെടുത്ത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള ഒരു എഫേർട്ട്, അത്രേ ഉള്ളൂ, ഒരു പരിശ്രമം, അത്രേ ഉള്ളൂ. ഇത് നിങ്ങളെ കാണുമ്പോൾ ആ പരിശ്രമം 100% വിജയിക്കുന്നത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇതാണ് ആ സമയത്തുള്ള ഫോട്ടോ. ഞാൻ നല്ല ഹെൽത്തിയായ വ്യക്തിയാണ്. ഇത്രയും ഫാക്റ്റീവും ആയിരുന്നില്ല. ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടായിരുന്നു. എന്റെ കോളേജ് സമയത്തെ ഫോട്ടോ ആണ്. എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആണായിട്ട്. വേറെ ആപിള്ളേരില്ലാത്തല്ല. PGക്കാകെ 15 പ്ലസ് 2 മാനേജ്മെന്റ് സീറ്റ്, 17 സീറ്റേ ഉള്ളൂ. വേറെ ഒറ്റ ആൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഭയങ്കര രസമുള്ള കാലമായിരുന്നു. കാരണം അഡ്മിഷൻ എടുക്കുന്നത് ഞാൻ കോളേജിൽ പോയിട്ടില്ല. വല്ലപ്പോഴും ഒക്കെയാണ് പോകാറുള്ളൂ. അങ്ങനെ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ ആണിത്. ഇനി ഇതാണ് എന്റെ സാഹചര്യം. ഇത് കണ്ടത് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഓടിട്ടൊരു പഴയ ഇടിച്ചു പൊളിഞ്ഞ് വീടാറായ ഒരു വീട് യഥാസമയം കൊടുക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് പൊടിയും അതുപോലെ പുകയും ഒക്കെ ഉള്ളത് കൊണ്ട് അമ്മയുടെ ആസ്മ മാറുന്നില്ല. ഡോക്ടർ ഞങ്ങളെ എല്ലാം വിളിച്ച് പറഞ്ഞു, ഒരു ചെറിയ ഒറ്റമുറിയുള്ള ഒരു വാർത്ത വീട് വെച്ചാൽ ഗ്യാസ് എടുത്ത് വാങ്ങി സെറ്റ് ചെയ്താൽ നിങ്ങളുടെ അമ്മയുടെ അസുഖം മാറുകയുള്ളൂ. എന്താണ് നിങ്ങളുടെ ഫാദർ ചെയ്യാത്തത്? അപ്പൊ ഞങ്ങൾ ഒന്ന് ഫാദറിനോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് പറഞ്ഞതുപോലെ യഥാർത്ഥ ഭവനം സ്വർഗത്തിൽ കിട്ടും. അപ്പൊ ഞാൻ അതെങ്ങനെയാന്ന് വെച്ചപ്പോൾ ആള് ഖുർആനിലെ സൂറത്തുൽ സഫ് എന്ന് പറയുന്ന അവസാന ഭാഗം ഒതുക്കി കേൾപ്പിച്ചു. പാസ്സായി മനസ്സിലായി കുട്ടികൾ കൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാതെ മനസ്സിലായി. ഞങ്ങളുടെ മനസ്സിൽ തോന്നൽ ഉണ്ടായി എന്ന് മനസ്സിലായപ്പോൾ പുള്ളി അനുഭവം ഉള്ളതൊക്കെയാണ്. ആള് പറഞ്ഞത് നിനക്ക് സങ്കടം തോന്നുന്നുണ്ടാവില്ലേ? പക്ഷെ എന്റെ ബാല്യകാലം സ്വന്തമായിട്ട് ഒരു വീടില്ലാത്ത ബാല്യകാലമായിരുന്നു. എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ചെറിയ കയറി കിടക്കാത്ത അഡ്രസ്സ്. അത് ഞാൻ എന്തായാലും ഉണ്ടാക്കി തന്നു. ഇനി നിങ്ങൾക്ക് വലുതാകുമ്പോൾ എങ്ങനെ വേണോ സക്കാത്ത് കൊടുത്തതിന് ശേഷം ബാക്കി കൊണ്ട് ചെയ്തു. ആള് പറഞ്ഞൊരു മെസ്സേജാണ്. ഞാൻ ഇന്ന് കുറച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഒരുപാട് നന്മയുടെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ ബിസിനസ്സിൽ വരാൻ കഴിഞ്ഞത്. ഇതിന്റെ സാധ്യത തിരിച്ചറിയാൻ കഴിഞ്ഞത്, ഈ വേഗത്തിൽ ചെയ്യാൻ കഴിഞ്ഞത്. ഈ ബിസിനസ്സിലൂടെ പാസീവ് ഇൻകവും അതുപോലെ തന്നെ ഈ ബിസിനസ്സിലെ ഇൻകം പൊട്ടൻഷ്യൽ അനുസരിച്ച് മാസം 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ഏൺ ചെയ്യാമെന്നൊരു വിശ്വാസം. അത് ആദ്യം തോന്നലായിരുന്നു, വിശ്വാസമില്ല.
ഇതുപോലുള്ള പല പ്രോഗ്രാമിലൂടെയാണ്, ഈവൻസിലൂടെയാണ് ആ വിശ്വാസം ഉറച്ചത്. പിന്നീട് വന്ന മാറ്റം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. 2.5 വർഷത്തോളം കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് പഠിക്കാനുള്ള സമയമാണ്, ലേണിംഗ് പീരീഡ്. ഒരു റബ്ബർ വെച്ചാൽ അതിൽ നിന്ന് പാലെടുത്ത് ഷീറ്റടിച്ച് വിറ്റ് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ മിനിമം 7 വർഷം കാത്തിരിക്കണ്ടേ? വയനാടുകാർക്കറിയാം, ഒരു കാപ്പിത്തൈ വെച്ചാൽ മിനിമം 2-3 വർഷം കാത്തിരിക്കണ്ടേ? തേയിലച്ചെടി വെച്ചാൽ 2-3 വർഷം കാത്തിരിക്കണ്ടേ? ഒരു മാവ് നട്ടാൽ 2-3 വർഷം അല്ലെങ്കിൽ 4 വർഷം കാത്തിരിക്കണ്ടേ? ഇതേപോലെ തന്നെ ഈ ബിസിനസ്സും പഠിച്ചു വരാൻ, നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യാൻ, നമുക്ക് യഥാർത്ഥ സിസ്റ്റം മനസ്സിലാക്കാൻ, തിരിയാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് വേണ്ട ഏറ്റവും വലിയ കരുത്താണ് ക്ഷമ അഥവാ പേഷ്യൻസ്. 2, വിശ്വാസം. ഖുറാനിലെ 103-ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിന്റെ പേര് കാലം എന്നാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബ്ർ. അറബിയാണ് പറഞ്ഞത്, ഭൂരിഭാഗം പേർക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മലയാളം പറയാം. കാലമാണ് സത്യം. മനുഷ്യൻ മഹാനഷ്ടത്തിലാവുന്നു. ആരൊഴികെ? വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. ആരാണ് വിശ്വസിച്ചവർ? ആരാണ് സൽക്കർമ്മം ചെയ്തവർ? ക്ഷമ അവലംബിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യുന്നവർ, അവർ പരസ്പരം അതിനോട് ഉപദേശിക്കുകയും ചെയ്യുന്നവർ. 103-ാമത്തെ ചാപ്റ്ററാണ്. 4 വാചകങ്ങളേ ഉള്ളൂ. അവിടെ പറഞ്ഞത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 2 കാര്യം മതി. ഒന്ന്, വിശ്വസിക്കാൻ തയ്യാറാക്കുക. രണ്ടാമത്തേത്, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാക്കുക. ആ വിശ്വസിക്കാനും ക്ഷമിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിയും. ഞാനിങ്ങനെ ക്ഷമിച്ചപ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം, സഹോദരിയുടെ വിവാഹത്തിന് മുമ്പ് വീടൊന്നും പുതുക്കാനുള്ള സമയമില്ല. ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അവളുടെ വിവാഹത്തിന് തൊട്ട് മുമ്പ് ഒരു പുതിയ ബ്രാൻഡിൽ കാർ വീട്ടിലേക്ക് പോകും. അതേപോലെ തന്നെ പെട്ടെന്നാണ് മാറ്റങ്ങൾ ഉണ്ടായത്. പിന്നീട് സ്വന്തം വീടായി, പല പല സാഹചര്യങ്ങൾ മാറി വന്നു. ഞാൻ 23 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം ഉണ്ടാകുന്ന 5000 സ്ക്വയർ ഫീറ്റ് മേലെയുള്ള ഒരു വീട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയും. എന്റെ വൈഫ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബ്രാൻഡ് ന്യൂ സ്കോഡ കാറിലെ നാളെ കൊണ്ടുവന്നതാണെന്ന് ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2008 ഈ ബിസിനസിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ എറണാകുളത്തേക്ക് മാറേണ്ടി വന്നു. അന്നൊരു ആഗ്രഹമായിരുന്നു, അവിടെ വില്ല വേണം, അത് സ്വന്തമാക്കി. പിന്നീട് പല ഞാൻ സമയക്കുറവുകൊണ്ട് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഡൽഹിയിൽ ഞാൻ, പക്ഷെ ഇതുപോലുള്ള ഈ ബന്ധങ്ങളാണ് എനിക്ക് ക്ഷമിക്കാനുള്ള ശക്തിയും വിശ്വാസവും പകർന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയും, ഇവോൾവ് എന്ന പ്രോഗ്രാം നവംബർ 1 കേരളപ്പിറവിയുടെ നടക്കുമ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ കാഴ്ചയൊന്നുമല്ല, അവിടുത്തെ ആംബിയൻസ് വേറെയാണ്. നമ്മൾ ഹിന്ദിയിൽ പറയാറുണ്ട് ജമീൻ ആസ്മാൻ കാ ഫറഖ്, ദാറ്റ് മീൻസ് ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. അന്ന് അച്ചീവ്മെന്റ് നടത്തുന്ന ആളുകൾക്ക് ഒരുപാട് റെക്കഗ്നീഷൻസ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ പെട്ടെന്നാണ് വരുന്നത്. ഒരു നല്ല പ്രീമിയം കാറ്, പല കാറുകൾ മാറി ഉപയോഗിച്ചു. ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ സ്വപ്നം കണ്ടതിനപ്പുറത്തേക്കാണ്. BMW ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗൾഫിൽ ഈ ബിസിനസിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന്റെ അന്ന് ഒരു ലോൺ പോലും എടുക്കാതെ അക്കൗണ്ടിൽ കിടന്ന കാശ് വെച്ചിട്ട് ഒരു ഫോർച്യൂണറിന്റെ ടോപ്പ് മോഡൽ കാർ വാങ്ങാൻ പറ്റി. നിങ്ങൾ ഒരു 2 വീലർ വാങ്ങാൻ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തിക സുരക്ഷിതത്വം എത്തിയാൽ അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. 2018 ഭ്രമരം എന്നൊരു പ്രോഗ്രാം, ഒരു ഈവന്റ് ഈ പറയുന്ന ഇവോൾവ് പോലെ കോഴിക്കോട് നടന്നപ്പോൾ എന്റെ കൂടെ 100-ലധികം ആളുകളാണ് സൂപ്പർ ലക്ഷറി കാറുകളിലേക്ക് മാറിയത്. ആ കൂട്ടത്തിൽ എനിക്ക് മെർസിഡീസിന്റെ GLS 350 എന്ന കാർ സ്വന്തമാക്കാൻ പറ്റി. എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ ആദ്യമായി ഒരു മോട്ടോർ ഹോം സ്വന്തമാക്കുന്ന വ്യക്തിയായി മൈ ലൈഫ് ലീഡർ എന്നതിലേക്ക് നേരത്തെയൊക്കെ ബസ്സിലും കാറിലും ഒക്കെ ട്രെയിനിലും ഒക്കെ ഇരുന്ന് യാത്ര ചെയ്ത് ഇരുന്നുറങ്ങിപ്പോയി ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യത്തിനുണ്ടായപ്പോൾ അന്നുണ്ടായ ഒരു സ്വപ്നമാണ് ഇപ്പോഴാണ് ഇത് സാധിച്ചത്. ഇതാണ് അതിന്റെ ഫെസിലിറ്റീസ് ഒക്കെ. ജസ്റ്റ് എല്ലാവരെയും കൊടുത്ത് കാണിക്കാൻ പറ്റാത്തതാണ് ഞാൻ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ കാണിക്കുന്നത്. ഇത് എന്തിനു കാണിക്കുന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആദ്യത്തെ ആ വീടും ഒരു 2 വീലർ പോലും ഇല്ലാത്ത ഒരു ഫാമിലിയുടെ അവസ്ഥ നിങ്ങൾ ഓർക്കണം. അവിടെ നിന്നാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. കേരളത്തിൽ താമസിച്ചിട്ട് വയനാട്ടിൽ വന്നിട്ടില്ല. കേരളത്തിൽ താമസിച്ചിട്ട് തൊട്ടടുത്തുള്ള ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ പോയിട്ടില്ല. മൂന്നാറ് കണ്ടിട്ടില്ല. ഊട്ടി, കൊടൈക്കനാലും ബാംഗ്ലൂരും മൈസൂരും ഒക്കെ സ്വപ്നത്തിലാണ്. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർ എന്ത് ടൂർ അല്ലേ? ടൂറിന് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയുന്നെങ്കിലാണ് നാട്ടിൽ ചില ആൾക്കാരോടൊപ്പം കൂടി പൈസ കൂടിയതിന്റെ കുത്തലാണ്. എന്തിന്റെ ആവശ്യമാണ് കാശ് കൊണ്ട് പഠിക്കുന്നത്? പാവപ്പെട്ടവരുടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുക. അപ്പൊ നമ്മളെ സമാധാനിപ്പിക്കാൻ നമുക്ക് വേറെ ഒരു വഴിയില്ലാതിനാണ് ഇതൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്ന് കുടുംബത്തോടൊപ്പം 55-ലധികം രാജ്യങ്ങൾ പോകാൻ ഈ ഫോട്ടോ ഞാൻ മതങ്ങളോടും വിടാതെ. കാരണം എന്റെ ഫാദറിന്റെ മതങ്ങളോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന് മുമ്പിൽ ഞാൻ നിൽക്കുന്ന ഫോട്ടോ ആണ്.
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോട്ടൽ അറ്റ്ലാന്റിസ് ദ പാം, അതിന്റെ ഫ്രണ്ട് വെച്ചെടുത്ത ഫോട്ടോയാണ്. എന്റെ പാരന്റ്സ് മാത്രമല്ല, വൈഫിന്റെ പാരന്റ്സ് ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിനൊക്കെ അവസരം തന്നത് ഈ ബിസിനസ് ആണ്. ഈ അവസരം തന്നത് സർവശക്തനായ ദൈവമാണ്. ഇത്രയും പവർഫുൾ ഓപ്പർച്യൂണിറ്റി തന്ന മൈ ലൈഫിലെ മാനേജ്മെന്റിന് ഈ സമയത്ത് ഞങ്ങൾ സല്യൂട്ട് കൂടി കൊടുക്കുകയാണ്. നിങ്ങൾ ശക്തമായ കൈകളിലാണ്. ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് 23-ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ്. എന്റെ മകൾ, മൂത്ത മകൾ, അവൾ 1 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് 5 രാജ്യങ്ങൾ കണ്ടുകഴിഞ്ഞു. കാരണം വ്യത്യാസങ്ങളുണ്ട്. എന്റെ ഫാദർ ഒരു ട്രഡീഷണൽ ബിസിനസ്സുകാരനായിരുന്നു, ഞാൻ ഡയറക്ട് സെല്ലിംഗിലെ ഒരു അച്ചീവറായിരുന്നു. ഇതാണ് വ്യത്യാസം. ജീവിതത്തിൽ ഒരേ ഒരു ചാൻസേ നമുക്ക് കിട്ടുമെന്ന് എല്ലാവർക്കും പറയാം. ലോകമഹാത്മകളൊക്കെ 1 by 1 ആയിട്ട് കണ്ടു കഴിഞ്ഞു. സമയം കൂടുതൽ ആൾക്കാർ ബത്തേരിയിൽ ഒരു പ്രോഗ്രാമിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. ഇതൊക്കെ ജീവിതത്തിൽ സ്വപ്നം പോലും അല്ല എന്നൊരു സാഹചര്യത്തിലാണ് ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓരോ പിക്ചറിനും 1 ബില്യൺ വാക്കിന്റെ കഥകൾ പറയാറുണ്ട്. ഒരുപാട് ക്ഷമയുടെയും സഹനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകൾ പറയാറുണ്ട്. അതൊന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളോട് പറഞ്ഞ് ബോധിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, വാക്കുകൾ കൊണ്ട് ഒക്കില്ല. പക്ഷെ ഒരു പിക്ചർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഇവിടെ നിങ്ങൾ എന്നെയോ എന്റെ ഫാമിലിയോ അല്ല കാണുന്നത്, നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയുമാണ് കാണുന്നത്. എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ശരി, മനസ്സിൽ തീവ്രമായ ആഗ്രഹവും കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്ത തീരുമാനവും ഉണ്ടെങ്കിൽ, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരേ ഒരു ജീവിതം ശരിക്കും നമുക്ക് ആസ്വദിക്കാനും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കാനും സാധിക്കും. ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോസൊക്കെ യൂറോപ്പിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. ഓരോന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. സമയക്കുറവുകൊണ്ട് ഇവിടെ ഒരാൾ വന്നിട്ട് ആദ്യം കാണിച്ചിട്ട് പോകും, സാർ അവിടെ പെട്ടെന്ന് പോകണം, സാറ് പെട്ടെന്ന് തീർക്കണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചൊന്നും പോകുന്നില്ല. അമേരിക്ക, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാണാൻ സാധിച്ചു. 2019 ട്രംപ് ഭരിക്കുന്ന സമയത്ത് മുബീൻ മുഹമ്മദിനും കുടുംബത്തിനും US-ലേക്ക് 10 വർഷത്തേക്ക് വിസ അടിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ അച്ചീവ്മെന്റാണ്. അബ്ദുൽ കലാം പോയിട്ടുള്ള ഷാരൂഖ് ഖാനെ എയർപോർട്ടിൽ പിടിച്ചു വെച്ചു. അത്രയും സമയത്താണ് ഞാൻ വിസയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കും. നോക്കിയ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കണ്ടിങ്ങനെ വന്നു. What are you doing? I am doing direct selling business with leading direct selling company of India, My Lifestyle. Senior, are you doing direct selling business? Yes. ആള് വന്ന് എന്റെ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് യു ആർ ഗെറ്റിംഗ് വീക്ക്ലി ദിസ് മച്ച് ഓഫ് ഇൻകം. നമ്മൾ യെസ്. അപ്പൊ ആള് നേരെ പാസ്പോർട്ട് ഒക്കെ കൊടുത്ത് കട അടി 10 വർഷത്തേക്കുള്ള വിസ. എന്നിട്ട് ഫ്രീ അക്കൗണ്ടിൽ ആളോട് പറയാണ് അവിടെ പോയി ഇങ്ങനെ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചടി കൊടുക്കാം, വിസ കൊടുക്കാം, എപ്പം വേണം ഒന്ന് പൊക്കട്ടെ. 10 വർഷത്തേക്ക് പാസ്പോർട്ടിൽ കാനഡ ഉൾപ്പെടെയുള്ള വിസ അവിടെ എടുത്ത ഫോട്ടോസാണ്. എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ മികച്ച അവസരങ്ങൾ ദൈവം ചിലപ്പോൾ ഒരിക്കലേ തന്നു. എല്ലാ വെക്കേഷൻസിനും പല പല രാജ്യങ്ങളിലൂടെ ലോകത്തിലെ ഇത് മഹാനായ മോസസ് അല്ലെങ്കിൽ മൂസ നബി ഒഴുകിയ നൈൽ റിവറാണ്. അതിന്റെ മുകളിൽ കൂടെ നമ്മളും ഒഴുകി. നൈൽ ക്രൂസിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മൗണ്ട് എവറസ്റ്റ് കാണാൻ പോയതാണ് ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ്. എനിക്ക് എടുത്തു പറയാനുള്ളത്, ജീവിതത്തിൽ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ഞാൻ കാണുന്നത് എന്റെ പാരന്റ്സിനോടൊപ്പം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയ സന്ദർഭമാണ്. ഇനി വെറും ഇതൊന്നും മാത്രമല്ല, ഒരുപാട് അസറ്റ്സ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ പണി കഴിപ്പിച്ചൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ്. അതിൽ ഒരു ഹോസ്പിറ്റലാണ് അവർ വാടകയ്ക്ക് നടത്തുന്നു. ഇത് നല്ല വരുമാനം അങ്ങനെയും ഉണ്ട്. ഞാൻ ഈ ബിസിനസ്സാണ് ഏറ്റെടുത്ത് ശക്തമായി ചെയ്യുന്നത്. കാരണം ഇതിലൂടെ എത്താൻ കഴിയുന്നത് മറ്റൊരു ബിസിനസ്സിലൂടെയും എത്താൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ മാസം പെർഫോമൻസ് ചെയ്തൊക്കെ വേദിയിൽ കടന്നവരാണ്.
Show your style, grow up in my lifestyle. Live your dream, tension free, fly high with my lifestyle. Good afternoon, all of you. പേര് രമേഷ് കുമാർ. ഏതായാലും വരുന്ന ഇവോൾവ് പ്രോഗ്രാമിലേക്ക് 20 സീനിയർ അച്ചീവേഴ്സ് ഉണ്ടായി അൾട്രാസാർ എന്നുള്ള ഒരു വണ്ടിയും ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഓക്കെ, വിഷു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏതായാലും 50 പെർഫോമൻസ് കോഴ്സ് അച്ചീവേഴ്സിനെയും സീനിയർ അച്ചീവേഴ്സിനെയും എല്ലാ സ്റ്റേജുകളും താങ്ക് യു താങ്ക് യു സാർ. Yes, it must be സാറിന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. പരിചയപ്പെടുത്തി. എൻ്റെ പേര് MS പ്രസാദ്, വയനാട് ജില്ലക്കാരൻ തന്നെയാണ്. മാനന്തവാടിയിൽ നിന്നും തലശ്ശേരി റോഡിൽ ഒരു 20 കിലോമീറ്റർ കുറച്ചുള്ളിലേക്ക് പോയാൽ ഒരു ചെറിയ ഗ്രാമമുണ്ട്, വരയാൻ. ഹലോ, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. മഹത്തായ ഈ ഒരു കമ്പനിയിൽ MI ലക്ഷ്യ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ 2014 സെപ്റ്റംബറിൽ നിങ്ങളെപ്പോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട വ്യക്തിയാണ് ഞാനും. എനിവേ, ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കേവലം 8 വർഷം കംപ്ലീറ്റ് ആവുമ്പോൾ ഒരുപാട് കടങ്ങളും ബാധ്യതകളും പ്രശ്നങ്ങളുമായി ഈ ബിസിനസ്സിൽ കടന്നു വന്ന ഞാൻ ഇന്ന് ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതിനപ്പുറം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തിൽ വലിയ എല്ലാ പ്രശ്നങ്ങളെയും ജീവിതത്തിൽ എന്നേക്കും പരിഹരിക്കാനും അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിനും ലോകത്തെ ജന്മം തന്ന മാതാപിതാക്കൾക്കുള്ള നന്ദിയും സ്നേഹവും എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. എനിവേ ഡിയർ ഫ്രണ്ട്സ്, നമുക്കറിയാം വരുന്ന നവംബർ 1-ാം തീയതി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്നു വരെ ഒരു ടീമും കണ്ടക്ട് ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ഈവന്റ് ഇവോൾവ്, ഈ ഒരു ഈവന്റിന്റെ പ്രൊമോഷണൽ ഈവന്റുകളാണ് ഇന്ന് നമ്മളെ ഇന്ത്യ ഒട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിലായി കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ വെച്ചുകൊണ്ട് അതിന്റെ ഒരു പ്രൊമോഷൻ ഈവന്റുകൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് മീനങ്ങാടിയിൽ നടക്കുന്ന ഈ ഒരു ഈവന്റിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എന്താണ് ഈവന്റ്, എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, അത് നമ്മൾ എങ്ങനെയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനകത്ത് അച്ചീവേഴ്സിന്റെ റെക്കഗ്നീഷന്റെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒബീൻ സാർ ഏൽപ്പിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളോട് സംസാരിക്കാനാണ് ഈ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിവേ, എന്തായാലും ഞാൻ ഇപ്പൊ നമ്മളൊക്കെ കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ടാവും, റൈറ്റ്? എല്ലാവരും വിചാരിക്കുന്ന എന്തായിരിക്കും, സംഗതിയൊക്കെ കൊള്ളാം, ആഴ്ച 2 കിട്ടും, പക്ഷെ ഇത് നമുക്കൊക്കെ പറ്റുമോ, ഞാനൊക്കെ സാധാരണക്കാരനല്ലേ എന്നൊരാൾ ചിന്തിച്ചാൽ സ്വാഭാവികമായും അവരെ കുറ്റം പറയാൻ പറ്റില്ല, റൈറ്റ്? ജീവിതത്തിൽ സക്സസ് ആവണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും. എന്നാൽ ആഗ്രഹിക്കുന്നവരെല്ലാം സക്സസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ 90% ആളുകൾ സക്സസ് ആവുന്നില്ല. ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, അന്നന്ന് ജീവിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ ടെൻഷൻ അടിച്ചിങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകും. ഇതാണ് സാധാരണക്കാരുടെ ഒരു ലൈഫ്. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് ആളുകൾ സക്സസ് ആവാത്തതെന്ന് ചോദിച്ചാൽ കഴിവില്ലാത്തത് കൊണ്ടോ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് പണിയെടുത്താൽ സക്സസ് ആവാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്.
അതാണ് ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ സക്സസ് ആവാത്തതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ഞാൻ പറയും, ഇത് വെറും ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, ഇറ്റ് ഈസ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി. ഇറ്റ് ഈസ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി. 2,10,000 കിട്ടുമെന്നൊന്നും നിങ്ങൾ ഇനി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബിസിനസ് ചെയ്താൽ ഏത് സാധാരണക്കാരന് കോടീശ്വരനാകുമെന്നും നിങ്ങൾ ഇനി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി പ്രൂവൺ. ഇറ്റ്സ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി. എനിവേ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ഞങ്ങളുടെയൊക്കെ കാണുമ്പോൾ, ഞങ്ങളുടെയൊക്കെ വരുമാനവും ലൈഫ് സ്റ്റൈലും സഞ്ചരിക്കുന്ന കാറുകളൊക്കെ കാണുമ്പോൾ എല്ലാവരുടെയും വിചാരം ഇതിനു വേണ്ടി ജനിച്ച ആളുകളാണ്, ഇവർക്ക് ഏതോ വലിയ കഴിവുള്ള ആളുകളാണ്, അതുകൊണ്ട് കിട്ടിപ്പോയതാണ്. ഞാനൊരു പാപം, ഞാനൊരു സാധാരണക്കാരൻ, എനിക്കിങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഉത്തരം എന്നെപ്പോലുള്ള ആളുകളാണ്. ചില കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചത്. അതിനു മുമ്പ് മുബീൻ സാറ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമുണ്ട്. അതായത് ഈ ബിസിനസ് വിജയിക്കാനുള്ള മൈൻഡ് സെറ്റിനെ കുറിച്ച് സത്യം മാഷ് ഓൾറെഡി നിങ്ങളോട് സംസാരിച്ചാണല്ലേ. വിജയിച്ച ആളുകൾക്ക് എപ്പോഴും വ്യത്യസ്തമായ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ആ മൈൻഡ് സെറ്റിനെ കുറിച്ച് സത്യം മാഷ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഈ ഈവെന്റിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മുബീൻ സാർ വളരെ വ്യക്തമായി സംസാരിച്ചു. ഇല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു സംശയം പല ആളുകൾക്കും ഉണ്ടാകും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിക്ക് ടു ദ ബേസിക്സ്. അതായത് ഈ ബിസിനസ്സിൽ വിജയിക്കാനും നിങ്ങൾ തുടക്കം തൊട്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും നിങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്നാൽ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് മുബീൻ സാർ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, ഹലോ, വയനാട് ജില്ലയിൽ മാനന്തവാടി കണ്ടത് നിങ്ങൾക്കറിയാം. 1000 വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ ശക്തമാണ് ചില ചിത്രങ്ങൾ. റൈറ്റ്? ഈ വീട്ടിലാണ് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടത്. ഈ വീട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ എൻ്റെ ID രജിസ്റ്റർ ചെയ്തത്. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ STC റാങ്ക് വരെ ഈ ബിസിനസ് ചെയ്തത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് ഈ വീട്ടിലല്ല താമസിക്കുന്നത്. പക്ഷെ ഈ വീട് ഞാൻ ഇപ്പോഴും അവിടെ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീട് നേരിട്ട് കണ്ടിട്ടുള്ളവരൊന്നും കഴിവുള്ളൂ. ദൈവം എല്ലാവരും കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പം ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു പ്ലാന്റേഷൻ, ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തിൽ നന്നായി ജീവിക്കണം, എന്താ പറയാ, നല്ല സാമ്പത്തിക ഭദ്രതയും ഒപ്പം കുറേയധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കണം, ചെറിയ പ്രായത്തിൽ മാസം ലക്ഷങ്ങൾ വരുമാനവും കോടികളുടെ ആസ്തിയുമുള്ള ഒരു ചെറുപ്പക്കാരനാവണം എന്ന ആഗ്രഹത്തോടു കൂടി ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ മാനന്തവാടിയിൽ ഒരു പ്ലാന്റേഷൻ തുടങ്ങി. ഈ പ്ലാന്റേഷൻ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ തുടങ്ങിയത്. 20 വർഷം ഞാനും എൻ്റെ ഫാമിലിയും ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. സംഗതിയൊക്കെ ഞാൻ സക്സസ് ആക്കി. പക്ഷെ കാർഷിക മേഖല തകർന്നു പോയി. ഞാൻ ഈ പ്ലാന്റേഷൻ തുടങ്ങുമ്പോൾ 1 കിലോ തേയിലയ്ക്ക് 15-16 രൂപ ഉണ്ടായിരുന്നെന്നും എൻ്റെ പ്ലാന്റേഷൻ ഈ രീതിയിൽ വന്നപ്പോൾ തേയിലയ്ക്ക് 3 രൂപ 3.5 രൂപയായി കുറഞ്ഞു. വലിയ ലക്ഷങ്ങൾ പ്രതീക്ഷിച്ച് പ്ലാന്റേഷൻ തുടങ്ങി ഞാൻ ഓരോ മാസവും ലക്ഷങ്ങൾ അങ്ങോട്ടിടേണ്ട അവസ്ഥയിലെത്തി. അങ്ങനെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. ഇതിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു, 2 കുട്ടികളുണ്ടായി, 2 മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. അവരുടെ ഫീസ് അടക്കണം, അവരുടെ വിദ്യാഭ്യാസം, അച്ഛനും അമ്മയ്ക്കും ഏജായി, അവർക്ക് മെഡിസിൻ വേണം, മരുന്ന് വേണം, വീട്ടിലെ ചെലവുകൾ കൂട്ടിയാൽ കൂടാത്ത അവസ്ഥ, നാട്ടിൽ ഒരുപാട് കടകളും ബാധ്യതകളും, അതിൻ്റെ ഇടയ്ക്ക് ബാങ്കിന്റെ ജപ്തി. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എവിടെ വരെ വരാവോ അതിനപ്പുറം പ്രശ്നങ്ങൾക്കിടയിൽ ഇനി മുൻപിൽ ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്. അതിന് തുടങ്ങി ഈ ബിസിനസ് ഏറ്റെടുത്തു. എനിക്കിത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മുബീൻ സാർ ആണ് എനിക്ക് ഈ ബിസിനസിന്റെ യഥാർത്ഥ സാധ്യതകൾ എനിക്ക് കാണിച്ചു തന്നത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചും ഇതിന്റെ അനന്ത സാധ്യതയെ കുറിച്ചും ഇതിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റത്തെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞു. അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പ്രസാദ് സാറേ, ഇത് ബിസിനസ് ആണ്, ഇത് കച്ചവടമാണ്. വിൽക്കുന്നത് കച്ചവടമാണ്, വിൽപ്പിക്കുന്നതും കച്ചവടമാണ്.
കോടികൾ മുടക്കി ഇരുന്ന് കച്ചവടം ചെയ്യുന്നവരുടെ കാലം കഴിഞ്ഞു. ഇനി ടെക്നോളജിയും ബുദ്ധിയും ഉപയോഗിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് ചെയ്യുന്നവനാണ് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം 8 വർഷം മുമ്പ് പറഞ്ഞപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് മാത്രം മനസ്സിലായി. അപ്പോഴും മനസ്സിലാവാത്ത ഒന്നായിരുന്നു ആഴ്ചക്ക് 2 വന്നു സോപ്പും പേസ്റ്റൊക്കെ വിറ്റിട്ട് ആഴ്ചക്ക് 2 വന്നു. ഡിയർ ഫ്രണ്ട്സ്, ഞാനിത് കേട്ടപ്പോ ആഴ്ചക്ക് 2 വന്ന് എങ്ങനെ കിട്ടും എന്നല്ല ചിന്തിച്ചത്, ഇത് കിട്ടിയാൽ എങ്ങനെ ചെലവാക്കും എന്നാണ് ചിന്തിച്ചത്. ഹലോ ഹലോ, ഈ ആഴ്ചക്ക് 2 വന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 10ഓ 15ഓ ആഴ്ച ഇത് അടുപ്പിച്ച് ഇങ്ങോട്ട് കിട്ടിയാൽ ഒരു സാധാരണക്കാരന് ചെലവാക്കണമെങ്കിൽ തന്നെ ഒരു മിനിമം കപ്പാസിറ്റി വേണം, ഇല്ലെങ്കിൽ പട്ടായി എനിക്ക്. അപ്പൊ എനിവേ എന്തായാലും മുബീൻ സാർ അന്ന് അദ്ദേഹത്തിന് ഒരാഴ്ച പോലും മുടങ്ങാത്ത 2 മേടിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന്റെ മുമ്പിൽ കാണിച്ചു. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതുള്ളതാണെന്നും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് എനിക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ ദൈവം തന്നൊരു അവസരമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ മുബീൻ സാറിന്റെ വാക്ക് കേട്ട് ബിസിനസ്സുമായിട്ട് ഇറങ്ങി. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞാൻ വയനാട് ജില്ലയിൽ എനിക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ ഈ അവസരം പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരാളും പോലും വന്നില്ലെന്ന് മാത്രമല്ല, എല്ലാവരും പറഞ്ഞു, എടാ നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഇതൊന്നും ഇവിടെ ഇനി നടക്കില്ല, ഇതൊക്കെ 2011 കേരളത്തിൽ ഇത് അവസാനിച്ചു, ഇനി ഇതിനൊന്നും ഒരു സ്കോപ്പും ഇല്ല, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട. അന്ന് ഈ ഒരു ബിസിനസ്സിൽ ഞാൻ വയനാട് ജില്ലയിൽ ഏറ്റെടുത്തപ്പോൾ എന്റെ കൂടെ കടന്നു വന്ന 2 വ്യക്തികളെ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ ഗ്രേറ്റ് ITC ലീഡർ ഷാജി KJ, 2 നമ്മുടെ ഗ്രേറ്റ് CTC ലീഡർ മിസ്റ്റർ പ്രിയേഷ് സാർ. ഈ 2 വ്യക്തികളാണ് വയനാട് ജില്ലയിൽ ഈ അവസരം ആദ്യം ഉൾക്കൊണ്ട 2 വ്യക്തികൾ. അന്ന് ഞങ്ങൾ ഒരുപാട് മാസങ്ങളോളം ഈ ബിസിനസ് പറഞ്ഞു. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ജന്മത്ത് നടക്കൂല. അങ്ങനെ നിരന്തരമായ കുറെ പരിഹാസവും അവഗണനയും എല്ലാം കേട്ട് അവസാനം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, വയനാട് ജില്ലയിൽ ഇത് പെട്ടെന്നൊന്നും നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് വയനാട് ജില്ല വിട്ടുപോയി. പക്ഷെ ഇന്ന് തിരിച്ചിവിടെ വരുമ്പോ ഇതൊരു വലിയ പ്രതികാരമാണ്. ആണല്ലേ, അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നടക്കില്ലെന്ന് പറഞ്ഞിടത്ത് ഇന്ന് ഈ ഹോളാണ് ആദ്യം ബുക്ക് ചെയ്തത്. 1500 പേര് വരുന്നു വിചാരിച്ച് പ്ലാൻ ചെയ്തു. ഇപ്പൊ 2000 ടിക്കറ്റ് കൊടുത്തു. എന്നിട്ട് തികയാനിട്ട് ഇന്നലെ രാത്രി 10 ഒരു ഹോൾ എടുത്ത് ഇതേപോലെ ഇവന്റ് അതേസമയം അവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, അന്ന് ഞങ്ങൾ പറഞ്ഞത് നടക്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇന്ന് ഞങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും സത്യമാണെന്നും ഉൾക്കൊള്ളേണ്ടി വന്നു. എനിവേ, ഇന്ന് ഒരുപാട് സക്സസ്ഫുൾ ആയ ആളുകളെ ഇന്ന് വയനാട് ജില്ലയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. എനിവേ ഡിയർ ഫ്രണ്ട്സ്, പക്ഷെ എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ വരുമാനം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 255 രൂപയാണ്. ഹലോ, പറഞ്ഞുകൊണ്ട് നടന്നത് 2 കിട്ടിയത് 255. എങ്ങനെയുണ്ടാവും? ഹലോ, സത്യം പറഞ്ഞാൽ വിട്ടിട്ട് പോകണം. കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞാൽ ഇതിന് പറയാൻ പോകേണ്ട, നടക്കില്ല. കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ വരെ 255 കണ്ടോന്ന് കൂടി പണം നടക്കും. 94ാമത്തെ വീക്കിൽ ഇൻകം കണ്ടോ 0, 1 രൂപയും. പക്ഷേ അപ്പോഴും മുബീൻ സാർ പറഞ്ഞൊരു വാക്കിന്റെ മുകളിൽ ഞങ്ങൾ പിടിച്ചിരുന്നു. ഇത് ബിസിനസ് ആണ്, വിൽക്കുന്നത് കച്ചവടമാണ്, വിൽപ്പിക്കുന്നത് കച്ചവടമാണ്, ടെക്നോളജി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ കാലമാണ് വരാൻ പോകുന്നത്. ആ വിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിന്ന് പ്രവർത്തിച്ചു. സമയത്തിന്റെ പരിമിതി കൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ലോകം മുഴുവൻ നടക്കില്ലെന്ന് പറഞ്ഞ വീക്കിലി 2,10,000 ഈ കമ്പനിയുടെ 163ാമത്തെ വീക്കിൽ ഞാനും വാങ്ങിച്ചു. അപ്പോ ഇന്ന് ഞാൻ 2,10,000 വാങ്ങിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എന്നോടൊപ്പം വിശ്വസിച്ച് കടന്നു വന്ന 107 വ്യക്തികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഈ 2,10,000 വാങ്ങിച്ചു. അതോ നമുക്ക് കിട്ടിയത് മാത്രമല്ല, 100 കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഈ വരുമാനം വാങ്ങിക്കൊടുത്തു. ഈ വരുമാനം വാങ്ങിച്ച ആളുകൾ ഡസൻ കണക്കിന് വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മരപ്പണിക്കാരുണ്ട്, ടൈൽസ് പണിക്ക് പോയവരുണ്ട്, പിക്കപ്പ് ഡ്രൈവർ, ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, വീട്ടച്ചോടം ചെയ്തവരുണ്ട്. അതേസമയം തന്നെ ഗസറ്റഡ് ഓഫീസർ ഉണ്ട്, സിവിൽ എഞ്ചിനീയർ ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്. ഡിയർ ഫ്രണ്ട്സ്, സമസ്ത മേഖലയിൽ. കാരണം ഇത് ബിസിനസ്സാണ്. ബിസിനസ് ചെയ്യാൻ വിദ്യാഭ്യാസം പ്രശ്നമല്ല, ആർക്കും സക്സസ് ആവാൻ പറ്റും. ഇന്ന് ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോ പല കമ്പനികളുടെ മീറ്റിങ്ങിലും പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും പറയാം അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി എന്നൊക്കെ പറയും. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ഒരാളുടെ വരുമാനത്തിന്റെ ഏറ്റവും ആധികാരികമായ പ്രൂഫ് അയാളുടെ GST ആണ്. ആണോ അല്ലേ?
ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഓരോ മാസം വരുമാനത്തിന് GST അടയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. മറ്റത്തിൽ സുമാരൻ പ്രസാദ്, അതാണ് MS പ്രസാദ്. വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം നോക്കിയാൽ കാണാം 16,13,104 രൂപ. ഇത് ഒരു മാസം ഞാൻ GST അടയ്ക്കുന്ന വരുമാനമാണ്. അടുത്തൊരു മാസം 28,40,000. അടുത്തൊരു മാസം 23,39,000. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇതൊക്കെ ഒരു മാസത്തെ വരുമാനമാണ്. GST ആണ്. ഇല്ലാത്തവൻ, ജീവിക്കാൻ ഗതിയില്ലാത്തവൻ. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു മാസം GST അടയ്ക്കുന്ന പൈസ 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സർക്കാരിലേക്ക് GST അടയ്ക്കുന്നു. ഇന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ GST അടയ്ക്കുന്ന പൈസ ശമ്പളം മേടിക്കുന്ന ഒരു പ്രൊഫഷണലും എന്റെ ഫാമിലിയില്ല. ഡിയർ ഫ്രണ്ട്സ്, ഇതൊന്നും കണ്ടാൽ നിങ്ങൾക്കൊന്നും തോന്നൂല എന്ന് എനിക്കറിയാം. കാരണം മുബീൻ സാറിന്റെ GST കാണിച്ചായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് കാണിക്കാത്ത നിങ്ങളുടെ ഭാഗ്യം. കാരണം ഞാനൊരു മാസം വരുമാനം കഴിക്കുന്നതിനേക്കാൾ GST അടയ്ക്കുന്ന ആളാക്കി ഒന്നും ഇറങ്ങിപ്പോയത്. ഹലോ, ഓക്കെ. അപ്പൊ എനിവേ ഡിയർ ഫ്രണ്ട്സ്, പുള്ളി കാണിക്കാത്തതിനകത്ത് ഇവിടെ പുതിയ ആളുകളുണ്ടെങ്കിൽ താങ്ങാൻ പറ്റില്ല നോക്കത്തേക്ക്. എനിവേ എന്റെ വരുമാനം ഇങ്ങനെയാണ്, പുള്ളിയുടെ വരുമാനം കോടികളിലാണ് മന്ത്ലി. ക്ലിയർ? അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് കാര്യം. ഇനി ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഞാൻ പറഞ്ഞു. ഒരു കാലത്ത് അരി മേടിക്കാനും മക്കളുടെ ഫീസ് അടയ്ക്കാനും അച്ഛന്റെ ഇൻസുലിൻ മുടങ്ങാതിരിക്കാനും മാനന്തവാടിയിൽ ടാക്സി ഓടിച്ച ആളാണ്. എന്നാൽ അതേ റോഡിലൂടെ ഈ ബിസിനസ്സിലൂടെ ഇന്നോവ ക്രിസ്റ്റയും മെഴ്സിഡീസ് ബെൻസും BMW 530 പോലുള്ള സൂപ്പർ പ്രീമിയം കാറുകൾ വാങ്ങിക്കാനും മാറി ഓടിക്കാനും ഈ ഒരു ബിസിനസ്സിലൂടെ അനുഭവിച്ചു. ഇവിടെ ചില പുതിയ ആളുകൾ ഉണ്ടാവും. അവര് പറയും, ഇത് നമ്മളെ പെടുത്താനുള്ള പരിപാടിയാണ്, ഇത് നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളെ ആരെങ്കിലും പ്രലോഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. എനിക്ക് കിട്ടിയത് കൊണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഹലോ, എനിക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ വെറുതെ ചില കമ്പനിക്കാർ പറയാറുണ്ട്, ചുമ്മാ വന്നാൽ മതി, വെറുതെ ഇരുന്നാൽ മതി, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും. ഈ പറഞ്ഞ കമ്പനിയിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് 8 കൊല്ലത്തിനിടയ്ക്ക്. പക്ഷെ ഒരു കമ്പനിയിൽ 6 മാസം തയ്ച്ചു കണ്ടിട്ടില്ല. വെറുതെ കാശ് കിട്ടില്ലെന്ന് പറയുന്ന ഒറ്റ കമ്പനിയേ ഉള്ളൂ ഇന്ത്യയിൽ. അത് മൈലേസ്റ്റൽ മാർക്കറ്റിംഗ് ആണ്.